ഇത് എന്തിനുള്ള പുറപ്പാടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. താൻ ഡ്രാമ ട്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിലക്കിയതാ. ഇപ്പൊ ജയനെ കൂടി എന്നെ തള്ളി ഇറക്കാന്ന് പറഞ്ഞാൽ? എന്നെ ആരും തള്ളി ഇറക്കിയൊന്നുമല്ല. അച്ഛനും ഫ്രണ്ട്സും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടന്ന ഒരു അവസ്ഥ വന്നപ്പോ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നത്. ദാറ്റ്സ് ട്രൂ. ബട്ട് മാലിനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാടകം കണ്ട ഏതോ ഫ്രണ്ടാ അവളെ ടെലിഫോണിൽ വിളിച്ച് അറിയിച്ചത്. ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചെന്നോ എന്തൊക്കെയോ ആഭിജാത്യമുള്ളവർക്ക് ചേർന്ന പണിയാണോ നീ കാണിച്ചത്? ഒരു നാടകത്തിൽ അഭിനയിച്ചു വന്ന് ഇളകി പോകുന്ന അന്തസ്സും ആഭിജാത്യം അല്ല ഈ കുടുംബത്തിനുള്ളത്. വേണ്ടാതീനം കാണിച്ചിട്ട് നീ എന്നോട് അതിലാവർത്തം പറയുന്നു. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജയൻ ഇന്നലെ സ്റ്റേജിൽ കയറേണ്ടി വന്ന സാഹചര്യം ഞാൻ തന്നോട് വിശദമായി പറഞ്ഞതല്ലേ? ആ, നടന്നത് നടന്നു. മേലിൽ ഇത് ആവർത്തിച്ചില്ലെങ്കിൽ മാത്രം ജയൻ അങ്ങോട്ട് വന്നാൽ മതിയെന്നാ അവൾ എന്നോട് പറഞ്ഞയച്ചത്. ജയൻ എന്ത് പറയുന്നു? നാടകത്തിൽ തുറന്ന് അഭിനയിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ മേലിൽ അഭിനയിക്കില്ലെന്ന് മാലിനിക്ക് ഉറപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ സീസൺ അവസാനിക്കുന്നതിന് അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. നീ എന്ത് വിട്ടിട്ടായി പറയണേ? വിട്ടിസമൊന്നുമല്ല, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ. ഇനി ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയെന്ന് കരുതി ഞാൻ പൊട്ടിക്കരയാനൊന്നും പോകുന്നില്ല. പോണേ. ഈ നാടക ഏർപ്പാട് ഇനി എന്തൊക്കെ വിനയാണോ വരുത്തി വെക്കാൻ പോകുന്നത്? എന്റെ സതീശൻ പോയി. ദേ ഇപ്പോ ജയൻ ആലോചിച്ച് വെച്ചിരുന്ന കല്യാണവും മുടങ്ങി. ആണുങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാരണം നമ്മൾ പെണ്ണുങ്ങളായി ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ടി വരുന്നത്. എന്നാ ചെയ്യാനാ? എത്ര വിഷമിച്ചാലും വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതുപോലെ നടക്കും. അതുള്ളതാ. ഏതായാലും നാടകമെന്നും പറഞ്ഞ് നനഞ്ഞിറങ്ങിയതല്ലേ, ഇനി പൂതി തീർന്ന് കുളിച്ചു കയറട്ടെ. സൂസന്നയ്ക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, അതാ അങ്ങനെ പറയുന്നത്. രജനികാരനാ ജയേട്ടന്റെ കല്യാണം മുടങ്ങിയെന്ന് ആരാ പറഞ്ഞേ? അലക്സാണ്ടർ പോയതുകൊണ്ടല്ലേ തമ്പിസാറിന്റെ മോന് അഭിനയിക്കേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ ആ പെണ്ണിന്റെ വീട്ടുകാര് ആലോചന വേണ്ടെന്ന് വെച്ചത്? ഓ അങ്ങനെ. ആ പൊങ്ങച്ചക്കാരിയായിട്ടുള്ള കല്യാണം നടക്കാത്തത് തന്നെ ഭാഗ്യം. ജയേട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. സത്യം പറഞ്ഞ രജനി കാരണം ജയേട്ടൻ രക്ഷപ്പെട്ടു. ആ നാടകക്കാരിയെ സൂസൻ ഇവിടെ ജോലിക്ക് നിർത്തിയോ? ഓ, മോളിക്കുട്ടിയുള്ളപ്പോ ഇവിടെ എന്നാത്തിനാ ഒരു ജോലിക്കാരി? നേരം കിട്ടുമ്പോഴൊക്കെ രജനി ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും. വേണ്ടാന്ന് പറഞ്ഞാ കേക്കത്തില്ല. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണാ. ഏതോ പേര് കേട്ട കുടുംബത്തിലേതാ. ഗതികേട് കൊണ്ട് നാടകത്തിന് ഇറങ്ങിയതാ. ഇതൊക്കെ എത്തരക്കാരികളാണെന്ന് ആർക്കറിയാം? അതെ അതെ, ഇവളെ സതിക്കും വലിയ കാര്യാ. ആ, ഞാൻ ഇറങ്ങട്ടെ സൂസന്നെ. ശരി. സുമിത്ര വരുന്നുണ്ടോ? വാ. വരട്ടെ ചേട്ടാ. ഓമന ചേച്ചി, ഓടനാവട്ടെ ഓമന ചേച്ചി. എന്തേ അവിടെ റിഹേഴ്സൽ നടക്കുമ്പോ ചേച്ചി ഇവിടെ നിന്ന് ഉറങ്ങിയാൽ എങ്ങനാ? ചേച്ചി കയറേണ്ട സമയമായി ചെല്ലേ. ഇനി എന്തോന്ന് റിഹേഴ്സല്? ജയന്തിക്കും ജയമോഹൻ സാറിന് ഒരു ദിവസത്തെ റിഹേഴ്സലേ കൊടുത്തുള്ളൂ. അലക്സാണ്ടറേക്കാൾ നന്നായി ജയൻ സാർ അഭിനയിച്ചെങ്കിലും ഇന്നലത്തെ കളി ഒരു ഞാണിന്മേൽ കളിയായിരുന്നു. പക്കാ റിഹേഴ്സൽ കൊടുത്ത് നാടകമൊന്നും മുറുക്കിയെടുത്തില്ലെങ്കിൽ അഭിപ്രായം പോകും. ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ റിഹേഴ്സൽ നിന്നുകൊടുക്കാനേ എന്നെ കിട്ടില്ല. ഞാൻ സ്റ്റേറ്റ് അവാർഡ് വെച്ച നടിയാ. ഒത്തിരി റിഹേഴ്സൽ എടുത്താൽ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് സർക്കാർ തിരിച്ചു മേടിക്കുമോ? മേടിക്കും. എനിക്ക് പകരെ ഡൂപ്പിട്ടി ചെയ്യാൻ പറ. ചേച്ചി ദേഷ്യപ്പെടണ്ട. ചേച്ചിയുടെ ഭാഗം ഞാൻ അഭിനയിച്ചോളാം. എന്റെ ദൈവമേ, വൈശാഖൻ. ആ ഡയലോഗ് അത്ര ഓവറാക്കണ്ട, നാച്ചുറൽ ആവണം. അല്പം കൂടെ കൺട്രോൾ ചെയ്യണം. വൈശാഖം വരുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി ഓമനെ? വൈശാഖം വരുന്നതിന് നിങ്ങൾക്ക് എന്താ? ആ പാപം കഴിഞ്ഞവിടെ വന്നു പോകാൻ ഞങ്ങൾ കണ്ടതല്ലേ, വെറുതെ പേടിക്കുന്ന എന്തിനാ? എനിക്കൊന്ന് പേടിക്കാൻ നിങ്ങളുടെ അനുവാദം വേണം. വേണ്ട. പക്ഷെ അത് പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന എന്തിനാ? അറിയാത്ത പുള്ളിക്ക് ചൊറിയും പറയും. ഓ, വരൂ വൈശാഖൻ. ഹായ്. അന്ന് വാങ്ങിയ 25 രൂപ. അയ്യോ, വേണ്ടായിരുന്നല്ലോ. കട ഇട്ടോണ്ടിരുന്ന എനിക്ക് ഭയങ്കര ടെൻഷനാ. അയ്യോ, റിഹേഴ്സൽ നടക്കാണെന്ന് തോന്നുന്നു.
ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഏയ് ഒരിക്കലുമില്ല. ഊരാക്കുടുക്കൾക്ക് നിറയെ ബുക്കിംഗ് ഉണ്ടെന്ന് കേട്ടല്ലോ. ഈശ്വരാധീനം കൊണ്ട് എന്റെ നാടകങ്ങൾക്ക് സ്റ്റേജ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടില്ല. വൈശാഖൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അടുത്ത വർഷം ഞങ്ങളുടെ സമിതിയിലൊന്ന് സഹകരിച്ചുകൂടെ? സഹകരിച്ചൂടെ? അത് പോട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ആ ഒരു മിനിറ്റ്. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ട് എന്റെ ഭാര്യ ഒന്ന് ഇറങ്ങി വന്നു. സുഖമാണോ എന്നൊന്ന് ചോദിച്ചോ? നിങ്ങളുടെയൊക്കെ ഭാര്യമാര് ഇങ്ങനെയാണോ? അല്ല, അതിപ്പോ ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ. അല്ല, ആ പട്ടി കഴിവറ വരില്ല. അവളോടൊന്ന് ചോദിക്കട്ടെ. വന്നേ ഒന്ന് ചേർന്ന് ഒന്നും ചെയ്യരുത്. വിടൂ. വിടാനാ പറഞ്ഞേ. വിടാൻ. നീ അങ്ങോട്ട് പോണ്ട. അവര് സോൾവ് ചെയ്തോളൂ. വിടൂ. അമ്മേ. എന്താ ഇത്? എന്താ ഇത്? ഒരു വീഴ്ച. മൂക്ക്. ഈ ഏടാകൂടത്തിലൊന്നും പോകണ്ടെന്ന്. എന്റെ ഭാര്യ തന്നെ നിനക്കെന്താണ്? എന്റെ ഭാര്യ നിന്റെ വീട്ടിൽ കൊണ്ടിട്ട് അച്ഛന് നോക്കിയോ? കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. എന്റെ കുട്ടി ഒന്ന് നോക്കിക്കോ. പിടിച്ചോ. നേരെ. അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരരുത്. അയ്യോ, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വരരുത്. ആ
സൂക്ഷിച്ചേ വേഗോട്ട് ഇങ്ങോട്ട് ആ കാലിന്റെ ഭാഗത്ത് പിടി കാത്തൊരു യോഗം ഇത് വാർദ്ധക്യ പുരാണം ഇതിലെല്ലാം പുലിവാല് പൊല്ലാപ്പിൻകാലം അത് ചൊല്ലാൻ നാണം ഇനി എന്തെല്ലാം ചേല് അവൻ ആ പെണ്ണിന്റെ ഭർത്താവ് തന്നെയാണോന്നാ എനിക്കിപ്പോ സംശയം. ചോദിച്ചിട്ട് അവൾ ഒന്നും പറയുന്നില്ലല്ലോ. അയാൾക്ക് പ്രാന്തായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമായിട്ട് വന്ന മനുഷ്യൻ പെട്ടെന്ന് ആളാകെ മാറുമോ? ആ ഏതായാലും രജനിയുടെ കാര്യം കഷ്ടം തന്നെ. ആശുപത്രിയിലെന്നും പറഞ്ഞു പോയിട്ട് നമ്മുടെ സാറന്മാരിത് എവിടെ പോയി കിടക്കുന്നു? അതാ ഞാനും ആലോചിക്കുന്നത്. ഇനിയെങ്കിലും തമ്പി സത്യം പറയണം. തനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എന്ത് വൈരാഗ്യം? താൻ പ്രേമിച്ച പെണ്ണിനെ ഞങ്ങൾ കെട്ടിയോ? താൻ മോഹിച്ച മണ്ണ് ഞങ്ങൾ സ്വന്തമാക്കിയോ? അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല. പിന്നെ താൻ എന്തിനാണോ ഞങ്ങളെ പിടിച്ച് തിരുവാതിരത്തേരെ ചേർത്തത്? തമ്പി, ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. ഇതിൽ ഭേദം എയ്ഡ്സ് രോഗിയെ കുത്തിവെച്ച് സിറിഞ്ചുകൊണ്ട് ഞങ്ങളെ കുത്തുത്തായിരുന്നു. റിട്ടയറിലെ എൻജോയ് ചെയ്യാൻ കണ്ടുപിടിച്ച വഴി കൊള്ളാം. സർവീസിലിരുന്ന കാലത്ത് ഒന്നുമില്ലേലും ആരുടെയും തല്ലുകൊള്ളേണ്ടി വന്നിട്ടില്ല. അതെ, കുറ്റപ്പെടുത്താനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്? കുറ്റപ്പെടുത്തുന്നതിലാണോ തെറ്റ്? എല്ലാത്തിനും താൻ ഒരുത്തനാ കാരണക്കാരൻ. എന്റെ മോൻ പോയ വിഷമം ഞാൻ സുമിത്രയെ പോലും അറിയിക്കാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുക. അതിന്റെ വിങ്ങല് തനിക്ക് മനസ്സിലാവത്തില്ല. തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കളയുന്നു അവനെ കൂട്ടാ. അവനും അവളും അമ്മാവനും കൂടെ മദ്രാസില് സന്തോഷമായിട്ട് കഴിയാണെന്ന് കത്ത് വന്നില്ലേ? ഇനിയും എന്നാത്തിനാ പല്ലടകുത്തി മണപ്പിക്കുന്നത്? എല്ലാ തെറ്റും ഞാൻ ഏൽക്കുന്നു. കലയോടുള്ള താല്പര്യം കൊണ്ട് ചാടിപ്പോയതാ. പക്ഷെ അതിലെ ചുഴികളും മലരികളും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. തോറ്റുപോയി നിങ്ങളുടെ മുമ്പിൽ. ഇനിയൊന്നും ആലോചിക്കാനില്ല. നാളെ തന്നെ ട്രൂപ്പ് പിരിച്ചുവിട്ടേക്കാം. ആ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. പേടിക്കാനൊന്നുമില്ല. കയ്യിൽ കുറച്ച് ആഴത്തിൽ മുറിവുണ്ട്. 2 ദിവസത്തിനും ഡിസ്ചാർജ് ചെയ്തേക്കും. വീട്ടിലറിയിക്കണോ? ആശുപത്രിയിലെ കാര്യങ്ങൾ നോക്കാൻ പരിമളനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈശാഖൻ ഇത്ര വയലന്റ് ആവാൻ എന്താ ഉണ്ടായത്? വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.